ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള ദോങ് വാലിയിലാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ട്രക്കിങ് ചെയ്യാം, ഇന്ത്യയിലത്തെ ഫസ്റ്റ് സൺറൈസ് കാണാമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ അതേ ആ കാണുന്ന മലനിരകൾ മൊത്തം നിന്ന് കത്തുക കേട്ടോ. ഇവിടെ വലിയൊരു ഫോറസ്റ്റ് ഫയറാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് ഇവിടെ ഫോറസ്റ്റ് ഫയറാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി ഈ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്തു. ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി, നല്ല കാറ്റാട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിബിത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ ചൈന ബോർഡറിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. പിന്നെ ഇത് കൂടാണ്ട് അതിൻ്റെ അടുത്ത് ഖാഹോ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ലാസ്റ്റ് വില്ലേജ് എന്നാണ് പറഞ്ഞത്, പക്ഷേ അത് ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഇവിടുന്ന് ഈ കിബിത്തു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉണ്ടല്ലോ 31 കിലോമീറ്ററാണ്. 1 മണിക്കൂർ 10 മിനിറ്റാണ് കാണിക്കണേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഖാഹോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് തന്നെ ഇല്ല. ഗൂഗിൾ മാപ്പിൽ സ്ഥലം കാണിക്കുന്നില്ല. അതുകൊണ്ട് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഹോം സ്റ്റേയുടെ ഓണർ പറഞ്ഞ് ആദ്യം കിബിത്തു പോയിട്ട് പിന്നെ അവിടുന്ന് ഖാഹോ പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ ഞാൻ വരുമ്പോണ്ടല്ലോ ആ ഒരു പോയിൻ്റ് വരെ ആണ് തീപിടുത്തുണ്ടായിരുന്നത്, അതായത് തീ കത്തി വന്നിരുന്നത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോന്നറിയില്ല, കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അവിടെ കത്തുന്ന കണ്ടില്ലേ, ആ ഒരു ഭാഗം വരെ എത്തി കേട്ടോ. ഓൾമോസ്റ്റ് അവിടുന്ന് ഇത്രയും ദൂരം കത്തി. ഇത് കൂടാണ്ട് അതിൻ്റെ മുകളിലൊക്കെ തീ കത്തുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയതാ, ഇവിടെ ഈ ഭാഗത്തൊക്കെ കത്തിപ്പോയതാ അത്ര. അപ്പോൾ 1 മാസമായിട്ട് കത്താണ്. ഇന്ത്യൻ എയർഫോഴ്സും ആർമിയൊക്കെ കുറേ നോക്കിയിട്ടുണ്ട് ഇത് കെടുത്താൻ വേണ്ടി, പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വാലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആട്ടോ, അല്ലെങ്കിൽ വില്ലേജാണ്. ഇവിടുന്ന് ദോങ് വാലിയിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ദോങ് വാലി എത്തുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ ഇവിടെ താമസിച്ചു എന്ന് മാത്രം, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊരു എയർ സ്ട്രിപ്പ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്, ഇന്ത്യൻ ആർമിയുടെയും ഒരു ചെറിയ ബേസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫസ്റ്റ് സൺറൈസ് കാണാനാട്ടോ, ഇന്ത്യയിലത്തെ ആദ്യത്തെ സൺറൈസ് കാണാനാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ തീപിടുത്തമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. ഈ മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ഫയർ കാരണം പോകാൻ പറ്റില്ല. താഴെ എയർ സ്ട്രിപ്പും അവിടെ വലിയൊരു ഹെലികോപ്റ്ററൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹായ്, ഈ ഒരു റൂട്ടിലുണ്ടല്ലോ പലതരം ടെറൈൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആട്ടോ പോണേ. നമ്മൾ കുറച്ച് നേരം ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ വന്നു. പിന്നെ കുറേ പൈൻ മരങ്ങളുടെ ഇടയിൽ ആർമി ക്യാമ്പിൻ്റെ ഇടയിൽ കൂടെ വന്നു. ഇപ്പോൾ ഇത് 2 സൈഡിലും കുന്ന് പോലെ കേട്ടോ. അത് കുന്ന് വെട്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി, റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് മോശമായിട്ടുള്ള റോഡാണ്. കഴിഞ്ഞൊരു 2 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കേട്ടോ. പിന്നെ ഇടയിൽ മിക്കതും ആർമി ക്യാമ്പുകളാണ്. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് വീഡിയോ എടുക്കാതെ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ പോരണേ. आगे कैंप है, वहाँ तक जाना। हाँ ठीक है, आ जाओ. ओके, घूमने के लिए आया? हाँ घूमने के लिए आया. मैं केरला से हूँ. हाँ ഓക്കെ, ठीक, थैंक यू. ഓക്കെ, താങ്ക് യു സർ, ബൈ. ഒരു പട്ടാളക്കാരന് ലിഫ്റ്റ് കൊടുത്താൽ കേട്ടോ. ഒരു 3-4 കിലോമീറ്റർ ആളിലൊപ്പം ഇങ്ങനെ പോകുന്നുണ്ടാവും. വഴി ഭയങ്കര മോശമായിരുന്നു. അപ്പം ഞാനും ആളും ഇങ്ങനെ വർത്താനം പറഞ്ഞ് പതുക്കെ ഇതിലിങ്ങനെ പോവായിരുന്നു. അപ്പോൾ ആൾ പറയായിരുന്നു ഈ സ്ഥലം ശരിക്കും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, ശ്വാസം എടുക്കുമ്പോൾ തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതാണ് ഇപ്പോൾ കത്തി ഇങ്ങനെ അയക്കണേ. ഈ ഒരു ഭാഗത്തെ തീയൊക്കെ ഇവർ കുറേ കഷ്ടപ്പെട്ടാണ് അണച്ചത്, അങ്ങനത്തെ കഥകളൊക്കെ പറയായിരുന്നു കേട്ടോ. എൻ്റെ ഈ മൗണ്ട് കേടായി, അല്ലെങ്കിൽ ഞാൻ ക്യാമറ എടുത്ത് ഇതിൽ വെച്ചാണ്. ഇത് കണ്ടോ, അത് ലൂസായി. അപ്പോൾ ക്യാമറ വെച്ചാൽ അതിങ്ങനെ കിടന്ന് കറങ്ങും. അല്ലെങ്കിൽ ആളുമായിട്ടുള്ള കോൺവെർസേഷൻ എൻജോയ് ചെയ്യായിരുന്നു. ഇത് ഞാൻ മുമ്പിലേക്ക് വെച്ചിട്ട് ആളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ. നമ്മളീ പോകുന്ന റോഡിൻ്റെ പാരലായിട്ട് ആ സൈഡിൽ റിവറിൻ്റെ അപ്പുറത്ത് വേറൊരു റോഡുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി നല്ല റോഡാണ്. അപ്പോൾ ഈ റോഡിൽ പോകണ്ടെന്ന് ഹോം സ്റ്റേയുടെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് കിടക്കാനൊരു ബ്രിഡ്ജുണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ ഉടനെയാണ് ഈ സാറിനെ കണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ ആളെ എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓടിച്ചു പോന്നു. മോശം ബാച്ച് കഴിഞ്ഞ് നമ്മളിതേ നല്ല അടിപൊളി റോഡിലേക്ക് കയറി കേട്ടോ. ഒരു പാലം ഉണ്ടായിരുന്നു, പാലം ക്രോസ് ചെയ്തോട് കൂടിയിട്ട് നല്ല റോഡായി തുടങ്ങി. അപ്പോൾ അവിടേക്ക് ഒരു ആരോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കിബിത്തുന്ന്. അപ്പോൾ കിബിത്തുവാണ് ബോർഡർ ഇത് വരുന്നത്. അപ്പോൾ അവിടെ വരെ ഇനി നല്ല റോഡായിരിക്കണം. ആ ഒരു കുറച്ച് ഭാഗം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റോഡ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും പഴയ പോലെ ആയിട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ നോക്കട്ടെ കണ്ട താഴെ പുഴ ഒഴുകണ കണ്ട. ഇത് രസമാണ്. ആ റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്നു.
നമ്മുടെ എവിടെ എത്തിയാവോ എനിക്കൊരു ഐഡിയ ഇല്ല. അവിടെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ബാഗിൽ നിന്ന് ഫോൺ എടുക്കണ്ടേ എന്നുള്ള മടിയോണ്ട് ഇങ്ങനെ ഓടിച്ചോടിച്ച് പോവാം. എന്തായാലും ഏകദേശം എത്താറായിട്ടുണ്ടാവും. കുറച്ച് നേരം ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെറുതെ തോന്നിയതാ കേട്ടോ. എത്താറൊന്നും ആയിട്ടില്ല. ഇനി 21 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് 1 മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ അങ്ങനെ എന്തോ വരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതെ 7 കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട്. ഇവിടെ റോഡ് പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതുപോലെ ട്രക്കുകളൊക്കെയാണെന്ന് തോന്നുന്നു ആശ്രയിക്കണേ. അപ്പോൾ ആ ഒരു ട്രക്ക് വന്നപ്പോൾ കുറേ തൊഴിലാളികൾ ഓടി അതിൻ്റെ അടുത്ത് കയറി കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ വേറെ ട്രാവൽ ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഓരോ ട്രക്കുകളൊക്കെ പോകുമ്പോൾ അതിൽ കയറിയായിരിക്കും പോകുന്നുണ്ടാവുക. വെൽക്കം ടു കിബിത്തു വൈബ്രൻറ്റ് വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കവാടമുണ്ട്, ഒരു ടിബറ്റൻ സ്റ്റൈലിൽ കവാടം. ജനറൽ ബിപിൻ റാവത്ത് ദ്വാർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർമി പണിതേക്കുന്ന ഒരു ഇതാണ്. താഴെ റിവർ പോകുന്ന വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ലോഹിത് വ്യൂ പോയിൻ്റ് എന്ന് വേണ്ട ഇവിടെ ഒരു വ്യൂ പോയിൻ്റും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാം. രണ്ടായിരത്തി കൂനൂരിൽ വെച്ച് ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണ് അവർ രണ്ടുപേരും അടക്കം 13 പേർ കൊല്ലപ്പെട്ട ആ ക്രാഷ് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഇവിടെ ഈ സ്റ്റാച്യൂവും അദ്ദേഹം ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ആദ്യത്തെ CDS ആയ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴെ ലോഹിത് നദി ഒഴുകുന്നതും ഒരു തെളിഞ്ഞ ദിവസമാണെങ്കിൽ ദൂരെ ടിബറ്റിലെ മലനിരകളും കാണാം. ഇതാണ് കേട്ടോ കിബിത്തു വില്ലേജ്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കിബിത്തു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. കിബിത്തു ഗവൺമെൻറ് റെസിഡൻഷ്യൽ കോളനി അണ്ടർ വൈബ്രൻറ്റ് വില്ലേജ് പ്രോഗ്രാം നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് പണിയുന്ന കുറേ ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇവരുടെ ലോക്കൽസിൻ്റെ വീടുകളൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാം കേട്ടോ. ഇതൊക്കെ ലോക്കൽസിൻ്റെ വീടുകളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അതെ 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 ഇതെന്താ കിബിത്തു ഫ്രോണ്ടിയർ കഫേ. ഓ, ഈസ്റ്റേൺ മോസ്റ്റ് കഫേ, ഇന്ത്യയുടെ കിഴക്കേറ്റത്തിലെ അവസാനത്തെ കഫേയാണ് കേട്ടോ. എന്നാൽ പിന്നെ അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് പോയല്ലോ. നമ്മുടെ ഹോം സ്റ്റേനേക്കാൾ ചീപ്പാണ് ഇവിടുത്തെ ഫുഡ്. हेलो साहब, कुछ मिलेगा खाने के लिए? ख़त्म हो गया, कुछ नहीं है? चाय वगैरह कुछ मिलेगा? चाय दे दो एक। बिना शक्कर का मिलेगा? नहीं हो, ठीक है, एक चाय दे दो. ഇവിടെ എന്തൊക്കെയോ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാൻ കട്ടിയ കുക്കീസ്, കോക്കനട്ട് കുക്കീസ് എല്ലാം തീർന്നു, അത്ര ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്, ചായ, കാപ്പി, മോമോ, വെജ് ഫ്രൈഡ് റൈസ്. താങ്ക് യു. മെഷീൻ ചായ ആയിരുന്നു കേട്ടോ, അത് കുടിച്ചു. ഇവരിതിനെ KFC എന്നാണ് വിളിക്കുന്നത് കേട്ടോ, കിബിത്തു ഫ്രോണ്ടിയർ കഫേ. അപ്പോൾ ഇന്ത്യയിലത്തെ ഈസ്റ്റേൺ മോസ്റ്റ് കഫേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ആർമി വുമൺ എംപവർമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കഫേ ഇരിക്കുന്ന ഒരു പ്ലോട്ട് ഇവിടുത്തെ ലോക്കൽസ് ഇന്ത്യൻ ആർമിക്ക് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ആർമി ഇവിടെ മേയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബാണ് കൂടുതലുള്ള. മേയോർ ട്രൈബിലുള്ള സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കഫേ തുറന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുക്കീസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ലോക്കൽ സ്ത്രീകളാണ്. അപ്പോൾ ഇതിന് ട്രെയിനിങ് കൊടുത്തേക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമി ഇവരെ എവിടെ കൊണ്ടുപോയി ഈ കുക്കീസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആ സ്ത്രീകൾ ഇവിടെ വന്നിട്ട്, മെയിനായിട്ട് 4 സ്ത്രീകളാണെന്ന് തോന്നുന്നു, അവരിവിടെ വന്ന് ഇവിടെ കുക്കീസ് ഉണ്ടാക്കിയിട്ട് ഈ കഫേയിൽ വിൽക്കുന്നു കേട്ടോ. ഇന്ന് മാർച്ച് 8-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ വുമൻസ് ഡേ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ന് ഇവിടെ എത്തി ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് എവിടെ എഴുതി വെച്ചേക്കുന്നത്, എ വുമൺ ഇസ് ബോൾഡ് വെൻ ഷീ ഫൈറ്റ്സ് ഫോർ ഹെർസെൽഫ് ഇൻ ലൈഫ് ഈച്ച് ഫോൾഡ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇതുപോലെ കുറേ കോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചായയാണ് കുടിച്ചത്. ഇത് വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പാക്കറ്റ് കുക്കീസും കൂടി മേടിച്ചിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. भाई बटर कुकीज ये लोग कहाँ बनाते हैं? ये इसके इधर ही बनाते हैं? इसके अंदर अभी है बना रहा है? नहीं. अच्छा, ठीक है, താങ്ക് യു ജി. നമുക്ക് ഈ ഒരു പോയിന്റ് വരെ കേട്ടോ പോകാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ച കുറച്ചും കൂടി പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ലോക്കൽസിന് സിവിലിയൻസിന് പോകാൻ പറ്റില്ല അത്ര. അപ്പോൾ ഞാൻ അവിടെ വായിച്ചു ഒരു നമുക്ക് ITBPയുടെ ഒരു പോസ്റ്റിൽ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് ചൈന കാണുന്നത്. അപ്പോൾ ആൾ പറഞ്ഞാൽ നമ്മൾ താഴെ കണ്ടില്ലേ ഒരു പോയിന്റ്, അവിടെ നിന്നിട്ട് കാണുന്നത് തന്നെ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് കാണുന്നതുകൊണ്ട് കാണാം, ക്യാമറയിൽ പോലും കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ബട്ടർ കുക്കീസ് കേട്ടോ, ഒരു പാക്കറ്റ് 100 രൂപ. നല്ലായിരുന്നു. ഓർമ്മയില്ലല്ലോ. और चाहिए? ठीक है.
യെസ്, റോഡ് ഇവിടെ തീരുക കേട്ടോ, ഡെഡ് എൻഡ് ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർമിയുടെ ഏരിയ ആണ്. കിബീത്തു പോസ്റ്റ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോവാം ഖാവോ വില്ലേജിലേക്ക്. ഈ ഒരു പോയിന്റിൽ നിന്ന് വേണം കേട്ടോ നമുക്ക് താഴത്തേക്ക് പോകാൻ, ഖാഹോ വില്ലേജിലേക്ക്. മുകളിലേക്ക് പോയാലാണ് നമ്മൾ വന്ന വാലോങ് ആ ഒരു സൈഡൊക്കെ. ഇവിടുന്ന് താഴത്തേക്ക് റോഡുണ്ട്, ഇതായിരിക്കണം. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഖാവോയിലേക്ക് പോകാൻ. ഗോ സ്ലോ 1 വെഹിക്കിൾ അറ്റ് എ ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആർമി പണിഞ്ഞേക്കുന്ന ഒരു ബ്രിഡ്ജാണ്. 2 സൈഡിലും പൈൻ മരങ്ങളാണ് കേട്ടോ, പൈൻ മരങ്ങൾ നിറച്ചും പൈൻ മരങ്ങളാണ്. ആഹാ, ഈ ഭാഗത്ത് ഏറ്റവും അടിപൊളി ഉണ്ടല്ലോ ഇവിടുത്തെ പുഴയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണെന്ന് നോക്കിയാൽ, ശരിക്കും ഇങ്ങനെ എമറാൾഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് ഇരുമ്പിൻ്റെ പാലല്ലോ കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഇതേ മരത്തിൻ്റെ പാലാണ്. ആഹാ അമ്മേ, ഈ ഭാഗം അടിപൊളിയുണ്ടല്ലേ. ഇവിടെയൊക്കെ നോക്കിയേ, വെള്ളം ഒഴുകണേ. നിറച്ച് ഓട്ടം കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ. ഖാവോയിലേക്ക് മുകളിലേക്ക് കയറിയിട്ട് വേണ്ടി പോകേണ്ടി വരും. ഇവിടുത്തെ ഈ റോഡ് കൺസ്ട്രക്ഷനും പണിക്കൊക്കെ ഉള്ള ആൾക്കാരാട്ടോ, അവരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇങ്ങനെ കുറേ ഇതുപോലെ ചെറിയ ചെറിയ ഹാംലെറ്റുകൾ കാണാം കേട്ടോ. മിക്കതും ആർമിയുടെ ബേസിൻ്റെ സൈറ്റിലായിരിക്കും ഇവരുടെയും താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിവിടെ ഒരു ആർമി ബേസ് ഉണ്ട്. അങ്ങോട്ട് നല്ല റോഡാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നന്നായി ടാർ ചെയ്തൊരു ഭാഗം കാണാമായിരുന്നു. സോറിങ് 16 എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റാണ്. യെസ്, നമ്മളിത് ആ വഴിയിലേക്ക് എത്തി കേട്ടോ. അങ്ങോട്ട് പോയാൽ ദോങ് വാലി, അപ്പോൾ വാലോങ് ഈ വഴി നമുക്ക് അങ്ങനെ വാലോങ് പോവാം. തിരിച്ചു പോകുമ്പോൾ ആ വഴി പോവാം. അത് എവിടെ നിന്നാണ് വാലോങ്ങിലേക്ക് കയറണമെന്ന് മാത്രമേ അറിയാത്തുള്ളൂ. ഇതിപ്പോൾ ഈ വഴി പോയാൽ ഖാവോ മേഷായി 6 കിലോമീറ്റർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെള്ളച്ചാട്ടം, വന്നിട്ടൊരു മര്യാദയ്ക്ക് വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ പണി നടക്കുകയാണ്. അയ്യോ, മൊത്തം വെള്ളമായി. ഖാഹോ എത്തുന്നതിന് മുമ്പ് മുഷായ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ആട്ടോ ഇത്. വില്ലേജ് ഏരിയ ഡ്രൈവ് സ്ലോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ. കുഞ്ഞു മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും പിന്നെ അവരുടെ കൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് കൃഷിയാണെന്ന് ഇവിടുന്ന് മനസ്സിലാവണില്ല, പക്ഷെ താഴെ കൃഷിയുണ്ട്. നമ്മൾ കിബീത്തു പോയ വഴിയാട്ടോ ആ കാണുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് കിബീത്തുവിനേക്കാൾ ടിബറ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഖാഹോ വില്ലേജ് കേട്ടോ. പക്ഷേ റോഡ് നല്ലതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും. മാറ്റത്തന്നെ നിൽക്കണ നീങ്ങിന്നൂടെ. ആഹാ, ഖാഹോ എത്തിയാ ഇത്ര പെട്ടെന്ന്. റോഡ് നല്ലതായതുണ്ടേ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഖാഹോ ഫസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, കിട്ടില്ല സ്ഥലം. ഇവിടെ രണ്ടുപേരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വില്ലേജ് തുടങ്ങിയെന്നോ? തുടങ്ങിയത്. ആ കാണുന്നതാണ് ഖാഹോ വില്ലേജ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വില്ലേജ് ആട്ടോ. നമ്മളിപ്പോൾ ഈ ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3 സീസണിലും കൂടിയിട്ട് നമ്മൾ 3 ഫസ്റ്റ് വില്ലേജ് പോയി. ഏറ്റവും ആദ്യം ഉത്തരാഖണ്ഡിൽ മറ്റേ ബദ്രീനാഥിനടുത്ത് മാന ഗ്രാമം, അവിടെ പോയി ഫസ്റ്റ് വില്ലേജ് പോയി. പിന്നെ നമ്മൾ തുർത്തുക്ക് പോയി ലഡാക്കിൽ. ഇപ്പോൾ ദേ ഖാഹോ. ഇവിടെയൊക്കെ താമസിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ഫയറിലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്നേനെ. ഒരു ദിവസം അവിടെ നിന്നിട്ട് നാളെ അവിടെ ട്രക്കൊക്കെ ചെയ്ത് ഫസ്റ്റ് സൺറൈസ് ഒക്കെ കണ്ട് പിന്നെ ഒരു ദിവസം ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കാമെന്നൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇനി ഇവിടെ അടുത്ത ദിവസങ്ങളിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ദേ ഇവിടെ വരുന്നുണ്ട് വോഞ്ചോർ ഹോം സ്റ്റേ. മിക്ക സ്ഥലത്തും ഇൻ്റർനെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഡീസൻ്റ് ആണ്. ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും. പക്ഷെ കിട്ടുമ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനാണ്. അങ്ങനെ ഓടിച്ച് വില്ലേജ് കഴിഞ്ഞു അല്ലേ. ഇവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്യു പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഖാഹോ വില്ലേജ് കേട്ടോ. ഹായ്, അവിടെ ഒരു കുട്ടി നിൽക്കണുണ്ടോ? എന്തെങ്കിലും കുടിക്കാൻ കിട്ടും അവിടെ, കട്ടൻ ചായയോ ചായ അങ്ങനെ. ഇത് लाल चाय वगैरह कुछ मिलेगा? लाल चाय वगैरह कुछ मिलेगा? उधर है, अच्छा हाँ ठीक. हेलो
ഹായ്. ചായ ഇല്ല കേട്ടോ, ഇങ്ങനെ ചെറിയൊരു പെട്ടിക്കട പോലെയാണ്. ഞാൻ വിചാരിച്ച എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ബ്രിഡ്ജ് കഴിഞ്ഞാൽ ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. हेलो, हाँ लाल चाय बिना शक्कर, एक लाल चाय. കട്ടൻ ചായ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വീടുകളും ആ വില്ലേജും താഴത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു വിത്തൗട്ടാണ് പറഞ്ഞേ, ചെറുതായിട്ട് മധുരമായിട്ടുണ്ട്. ട്രിപ്പ് തുടങ്ങിയപ്പോൾ വിത്തൗട്ടായിരുന്നു, അങ്ങനെ ഷുഗർ കട്ടിലായിരുന്നു. ലക്ഷ്മി വന്നപ്പോൾ ഷുഗർ അടിച്ച് കട്ടാവണ ആ ഒരു രീതിയിലേക്ക് എത്തി കേട്ടോ. താഴത്തേക്ക് വഴിയുണ്ടോ നോക്കട്ടെ, അങ്ങനെ വഴിയിൽ അവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നോക്കിയിട്ട് വരാം. ബാഗൊക്കെ അവിടെ ഇരിക്കുകയാണ്, ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയൊക്കെ അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓ ഇത് വഴിയല്ല അല്ലേ, ഞാൻ താഴത്തേക്ക് ഇതിൽ വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ വഴിയില്ല, പറമ്പാണ്. ഇവിടെയൊക്കെ ഇതേ ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് രണ്ടും ഓറഞ്ചാണ്. അവിടെ ആ മുകളിൽ കാണുന്ന മലകളുണ്ടല്ലോ, ആ 2 മലകളുടെ മുകളിൽ മഞ്ഞുണ്ട് കേട്ടോ, നിറച്ച് മഞ്ഞുണ്ട്, പിന്നെ കവർ ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ അത്രയും തണുപ്പ് ഇവിടെ തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ജാക്കറ്റ് ഇട്ടേക്കണ പൊടി കാരണം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജാക്കറ്റ് ഇട്ടാൽ അവിടെ സുഖമായിട്ട് നടക്കും. ഞാനൊരു 15, 18 ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവുള്ളൂ, ഒട്ടും തണുപ്പില്ല. പക്ഷെ അവിടെ നിറച്ച് മഞ്ഞാണ്. സമയം കറക്റ്റ് 4:33 കേട്ടോ. നല്ലോണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ പോകാം. നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാം കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ അല്ലേ വന്നത്, ഈ സൈഡിൽ കൂടെ പോകാം. അവിടെ ഏതോ ഒരു ഭാഗത്ത് കുറച്ച് വണ്ടി പാലത്തിലേക്ക് കയറ്റാൻ പാടാന്ന് പറഞ്ഞു കേട്ടു. സ്കൂട്ടറൊക്കെ കയറും, ലോക്കൽസൊക്കെ കയറണതാണ്. ഇത്തിരി പാടാന്ന് പറഞ്ഞു കേട്ടു. ഇരുട്ടാണതിന് മുമ്പ് ആ ഭാഗത്ത് എത്തണ്ട, അതുകൊണ്ട് വിടാം. വാലോങ്ങിലേക്ക് ഇനി 12 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ ഈ വഴി പോകുമ്പോൾ. അവിടെയൊക്കെ ഉണ്ടോ തീയ് എല്ലായിടത്തും കുറേ സ്പോട്ടായിട്ട് ഇതൊക്കെ കത്തി തീർന്നതാണ്. ബാക്കി വല്ല മരമോ മരത്തിൻ്റെ കുറ്റിയൊക്കെ ഉള്ളത് ബാക്കി കത്തുന്നതായിരിക്കും. കഷ്ടമാണ്. ദോങ് വില്ലേജ്, ഇതിലേ ഇറങ്ങണം നമുക്ക്. अच्छा बाइक जाएगा ना? हाँ ठीक है. सीधा जाएगा तो उधर ब्रिज में करने नहीं. अच्छा अच्छा हाँ ओके ठीक है, താങ്ക് യു जी. ഞാനേ ഒന്ന് വഴി കൺഫേം ആക്കിയതാണ് ഇത് തന്നെയാണെന്ന്. അവിടെ നേരത്തെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, അതല്ലാന്ന് ഉറപ്പ് വരുത്തിയതാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് ക്രോസ് ചെയ്ത് പോകാനാണ് പറയണത്. ഇത് ഈ വഴിയൊന്നും ഗൂഗിൾ മാപ്പിലില്ല കേട്ടോ. ഭായ് വലോങ് കെ ലിയെ രാസ്ത കഹാൻ സെ? ബ്രിഡ്ജ് പീച്ചെ. ആ ഹാ, ഈ ഭാഗം നല്ല രസമുണ്ട് അല്ലേ. എന്ത് രസമല്ലേ ഇരുട്ടത്ത്. കല്ലാട്ട മുഴുവൻ അത് എനിക്ക് നിൽക്കണം. രാവിലെ ഈ വഴിക്ക് വന്നാൽ മതിയായിരുന്നു, നല്ല റോഡായിരുന്നു. ഇതിപ്പോൾ സിമെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഈ അടുത്ത്. ആഹാ ഓക്കെ, ഇതേ അവിടെ തൂക്കുവാലോ. വല്ലാത്ത വഴിയാണുള്ളത്. ഇതായിരിക്കും ആൾ പറഞ്ഞേ, സ്കൂട്ടറൊക്കെ പോവും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനമ്പില്ല കേട്ടോ, ഭയങ്കര സ്ലിപ്പറി ആട്ടോ, കോൺക്രീറ്റും മണലും കൂടി ആയിട്ടേ. ഇന്നൊരു ബൈക്ക് തന്നെ ഉണ്ട്. താങ്ക് യു. കടന്ന് കിട്ടി. ഇവിടെ താഴെ കുറച്ച് ക്യാബിൻസൊക്കെ പണിതുണ്ട് കേട്ടോ, റിസോർട്ട് എന്തുണ്ട്. ഇത് രസാ. രാവിലെ പറഞ്ഞ വഴിക്ക് ഞാൻ ഈ ബ്രിഡ്ജ് കണ്ടു എന്ന് തോന്നുന്നു, പക്ഷേ ഇങ്ങോട്ട് എങ്ങനെയാണ് വഴിയെന്ന് മനസ്സിലായില്ല. കുറച്ച് ആർമിക്കാരൊക്കെ നടന്നുകൊണ്ട്. താങ്ക് യു. ഈ വഴി കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെ ഗെയിമിലത്തെയൊക്കെ പോലത്തെ വഴി.
ഇന്ത്യയിലെ ആദ്യത്തെ സൂര്യോദയം. ദോങ് വാലിയിൽ രാവിലെ 5:11 സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞ് 6:31 കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇതേ സൂര്യനെ കാണാൻ പറ്റുന്നത്. ഇന്നലെ രാത്രി സിറ്റ് ഔട്ടിൽ സെറ്റിലായ ഫോറസ്റ്റ് ഫയറിന്റെ ചാരമാണ് ഇവിടുത്തെ ആന്റി അടിച്ചു വാരി കളയുന്നത്. 2 ദിവസം ഇവിടെ തികച്ചു നിന്നിട്ടില്ല. എന്നിട്ടും ശരീരം പാർട്ടിക്കൽ പൊല്യൂഷനോടുള്ള ചെറിയ ഇറിറ്റേഷൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അരുണാചലിലെ നമ്മുടെ അവസാനത്തെ ദിവസമാണ്. ബാഗും സാധനങ്ങളും ഡോമിക്കോട്ടിന് മുകളിൽ കെട്ടിമുറുക്കിയപ്പോഴേക്കും അടുത്തുള്ള കടയിൽ പോയി ഹോം സ്റ്റേയിൽ ആന്റി പെട്രോൾ സെറ്റാക്കി. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ. ഏറ്റവും അടുത്തുള്ള പമ്പ് 160 കിലോമീറ്റർ മാറി തേസുവിലാണ്. അവിടെ നിന്ന് പെട്രോൾ ബൾക്കായി കൊണ്ടുവന്ന് ലിറ്ററിന് 120 രൂപയ്ക്കാണ് ഇവിടുത്തെ കടകളിൽ വിൽക്കുന്നത്. അത്ര കൂടുതലല്ല അല്ലേ? എട്ട് ലിറ്റർ പെട്രോളും വാങ്ങി നിറച്ച് ആന്റിയോടും യാത്ര പറഞ്ഞിറങ്ങി. ഇന്ന് 370 കിലോമീറ്റർ 12 മണിക്കൂർ കൊണ്ട് ഓടിച്ച് ദിബ്രുഗർ എത്താനുള്ള പ്ലാനിലാണ്. അവിടെ നിന്ന് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ഒരുമിച്ച് നാഗാലാൻഡിലേക്ക്.